ഗുജറാത്ത് കലാപം ഇത്രമാത്രം ഭീകരമായിരുന്നോ എന്ന് ചിന്തിക്കുന്ന ചില നിഷ്പക്ഷവാദികളും കേരളത്തിലുണ്ട്. കലാപം എന്ന പദം സാങ്കേതികമായി മാത്രം ഉപയോഗിച്ചതാണ്. തീർച്ചയായും വംശീയ ഉന്മൂലനമായിരുന്നു ഗുജറാത്തിൽ നടന്നത്. നന്ദിതാദാസിന്റെ സംവിധാനത്തിൽ 2008 പുറത്തിറങ്ങിയ സിനിമയാണ് ഫിറാക്ക്. 2002 ഗുജറാത്ത് വംശഹത്യയുടെ ഭീകരതയാണ് സിനിമയുടെ ഇതിവൃത്തം. ഗുജറാത്ത് വംശീയ കലാപത്തിന്റെ ഭീകരത അറിയാത്തവരും അറിയാൻ ശ്രമിക്കാത്തവരുമായ നിഷ്പക്ഷവാദികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട സിനിമയാണത്. ആ സിനിമയുടെ വിശകലനമാണ് ഇന്ന് പങ്കുവെക്കുന്നത്. जाओ बे जाओ, सीधा पाकिस्तान पहुंची जाओ। तुम समीर अरशद शेख हो? सिर्फ 7 सुरों में इतनी काबिलियत कहाँ कि ऐसी नफरत का सामना कर सके। ഭയം എന്ന വികാരത്തെ സിനിമാ ഭാഷയിൽ പറയുമ്പോൾ അതിമനോഹരമായും ജീവിതത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതിഭീകരമായും വരച്ചിട്ട സിനിമയാണ് നന്ദിതാദാസിൻ്റെ ഫിറാക്ക്. നന്ദിതാദാസ് തൻ്റെ എല്ലാ സിനിമകളിലും പറഞ്ഞു വെക്കുന്നത് മനുഷ്യൻ്റെ പച്ചയായ വികാരങ്ങളാണ്. പക്ഷേ ഫിറാക്കിലെത്തുമ്പോൾ ആ വികാരം വംശീയ ഉന്മൂലനത്തെക്കുറിച്ചുള്ള മരണസമാനമായ ഭയമാണ് എന്നുള്ളതാണ് ആ സിനിമയ്ക്ക് പുതിയൊരു രാഷ്ട്രീയമാനം നൽകുന്നത്. 2002 നടന്ന വംശീയ കലാപാനന്തരമുള്ള ഗുജറാത്തിലെ ചില ജീവിതങ്ങളിലേക്കാണ് ക്യാമറ തിരിയുന്നത്. പക്ഷേ ആ ഗുജറാത്തി മുഖങ്ങളിൽ മിന്നിമറയുന്ന എല്ലാ വികാരങ്ങളും സാർവലൗകികമാണ് എന്നതുകൊണ്ട് തന്നെ ഇതൊരു ലോക സിനിമയാണ്. 6 പ്ലോട്ടുകളിലായാണ് സിനിമയുടെ ആഖ്യാനം. കലാപാനന്തരം കത്തിയിരിഞ്ഞ വീട്ടിലേക്ക് വരുന്ന ദമ്പതികൾ, റെസ്ക്യൂ ക്യാമ്പിൽ നിന്ന് പുറത്തെത്തിയ ഒരു ബാലൻ, കലാപത്തിൽ കൊല്ലപ്പെട്ട മുസ്ലിം സ്ത്രീകളുടെ നിലവിളികൾ സദാ കാതിൽ മുഴങ്ങുന്ന, സഹായം ചോദിച്ചിട്ടും ഭർത്താവിനെ പേടിച്ച് ആ മുസ്ലിങ്ങൾക്ക് നേരെ കതകടച്ച ഒരു ഹിന്ദു സ്ത്രീയും അവരുടെ കുടുംബവും, അസ്തിത്വം നിരന്തരം ചോദ്യം ചെയ്യപ്പെടുന്ന മിശ്രവിവാഹിതരായ മുസ്ലിം ഹിന്ദു ദമ്പതികൾ, മതേതര കാഴ്ചപ്പാടുള്ള മുസ്ലിം സംഗീതകാരൻ. ഈ 6 പ്ലോട്ടുകളിലൂടെയാണ് സിനിമ വികസിക്കുന്നത്. ഭയം എന്ന് പറയുന്നതിനേക്കാൾ ഉചിതം ഇനി എന്ത് എന്ന ചോദ്യത്തോടെ കണ്ണിൽ ഇരുട്ട് കയറുന്ന ഒരവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥയാണ് ഭയം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്. ആ ഭയം തന്നെയാണ് സിനിമ കൈകാര്യം ചെയ്യുന്നതും. താൻ അറിയാതെ അപരനെ വെറുക്കേണ്ടിയും ഭയപ്പെടേണ്ടിയും വരുന്ന അവസ്ഥകളെക്കുറിച്ചുള്ള സൂചികകളാണ് മേൽപ്പറഞ്ഞ 6 കഥാപാത്രങ്ങളുടെയും വ്യവഹാരങ്ങൾ. പോലീസ് ഓടിക്കുന്ന നവാസുദ്ദീൻ സിദ്ദീഖിയുടെ മുസ്ലിം കഥാപാത്രത്തെ മേൽത്തട്ടിൽ ജീവിക്കുന്ന ഒരാൾ സിമന്റ് ഫലകം തലയിലിട്ട് കൊല്ലുന്നത്. മേൽത്തട്ട് എന്ന് പറയുന്നത് 2 അർത്ഥത്തിലാണ്. അയാൾ ജീവിക്കുന്നത് ഒരു കെട്ടിടത്തിൻ്റെ 1ാം നിലയിലാണ്. മറ്റൊന്ന്, അയാൾ ഒരു മേൽജാതിക്കാരനാണ് എന്ന് അയാളുടെ വ്യവഹാരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പോലീസ് ഓടിക്കുന്നത് കൊണ്ട് നവാസുദ്ദീൻ സിദ്ദീഖിയുടെ കഥാപാത്രം തെറ്റുകാരനോ പകരം വീട്ടാൻ വന്ന മുസ്ലിമോ ആയിരിക്കുമെന്ന നിഗമനത്തിലാണ് അയാൾ ഇത് ചെയ്യുന്നത്. മറ്റൊരു കാരണവും അയാൾക്കില്ല. അതിനാൽ തന്നെ ഗുജറാത്തിലും പിന്നീട് ഇന്ത്യയിലൊട്ടാകെയും സംഘപരിവാരം വളർത്തിയെടുത്ത വെറുപ്പ് രാഷ്ട്രീയത്തിൻ്റെ നേർചിത്രമാണ് സിനിമയിലെ ഈ സീൻ. മറ്റൊന്ന്, മതമില്ല എന്ന് പ്രഖ്യാപിച്ച് മിശ്രവിവാഹം ചെയ്ത സമീർ തൻ്റെ മുഴുവൻ പേര് സമീർ അർഷദ് ഷെയ്ഖ് എന്നാണെന്ന് പോലീസിനോട് തുറന്നടിക്കുന്നതാണ്. ഇതൊന്നും കേവലമായ യാദൃശ്ചികതയല്ല, മറിച്ച് നിലനിൽക്കുന്ന ഇന്ത്യൻ സാഹചര്യത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാനിലേക്ക് വിട്ടോ എന്ന് സമീറിനോട് പറയുന്ന പോലീസ് കഥാപാത്രത്തിൻ്റെ അതേ സ്വരവും ശരീരഭാഷയോടും കൂടി ഉത്തർപ്രദേശിലെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പൗരത്വ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരോട് പാകിസ്ഥാനിലേക്ക് വിട്ടോ എന്ന് പറയുന്നതും. സിനിമയുടെ അവസാന ദൃശ്യം ചകിതനായി റെസ്ക്യൂ ക്യാമ്പിൽ കഴിയുന്ന ആ ബാലൻ്റെ കണ്ണുകളാണ്. ആ കണ്ണുകളിൽ ഇന്നും അതേ ഭയം നിലനിൽക്കുന്നുണ്ട് എന്നതാണ് സത്യം. അന്ന് ഗുജറാത്തിൽ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യ ഒട്ടാകെ വ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സിനിമ ഇറങ്ങിയത് 2008 സിനിമയുടെ ഇതിവൃത്തം 2002 നടന്ന ഗുജറാത്ത് വംശഹത്യയാണെങ്കിലും പതിറ്റാണ്ടുകാലം കഴിഞ്ഞിട്ടും ഇന്ത്യൻ രാഷ്ട്രീയ സാഹചര്യമോ സിനിമയിൽ പറയുന്നതിലും ഒരു തരി പോലും മാറിയിട്ടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഫിറാക്ക് ഭയത്തെക്കുറിച്ചുള്ള സിനിമയല്ല, ഭയം തന്നെയാണ് ഫിറാക്ക്. ഞാനും നിങ്ങളും നമ്മളും കാണേണ്ട സിനിമയാണ് ഫിറാക്ക്.